വട്ടമേശയുടെ മുമ്പിൽ പ്രേമം ആണ് വിഷയം. പ്രേമം സമുദായങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് നയിക്കുമോ? പ്രേമവിവാഹം ഒരു ജിഹാദോ ക്രൂസൈഡോ ആണോ? വളരെ സങ്കീർണമായ കേരള സമൂഹത്തിലെ ഈ വിഷയം, വിവിധ സമുദായങ്ങൾ, എന്തിന് കുടുംബങ്ങൾ തന്നെ നേരിടുന്ന ഈ വിഷയം ഇന്ന് വട്ടമേശ രണ്ടാം ഭാഗത്തിലേക്ക് കടക്കുന്നു. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്, മുൻ DGP, ഫാദർ തോമസ് കുഴിനാപ്പുറത്ത്, മലങ്കര കത്തോലിക്ക സഭയുടെ ജുഡീഷ്യൽ വികാർ, സരിത മോഹനൻ വർമ്മ, ഫൈനാൻഷ്യൽ എക്സ്പ്രസ് ലേഖിക, അഷ്റഫ് കടക്കൽ, കേരള സർവകലാശാല അധ്യാപകൻ. കല്യാണം സമുദായത്തിൻ്റെ, പള്ളിയുടെ, കുടുംബത്തിൻ്റെ വേലിക്കെട്ടുകൾ തീർത്തുകൊണ്ട് കല്യാണം കഴിക്കുന്നവർ ധാരാളമുണ്ട്. ഈ പുതിയ സാമൂഹിക വ്യവസ്ഥയിൽ അത് ധാരാളമുണ്ട്. ഒരു കല്യാണം ഇതൊക്കെ കലക്കാനും മാത്രം വളരുമോ? മറ്റ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പോലെ, അല്ലെങ്കിൽ ലോകത്തിൻ്റെ തന്നെ പല ചരിത്രത്തിലെ ഡോക്ടർ അലക്സാണ്ടർ തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ ഉദാഹരണങ്ങൾ എടുത്ത് നോക്കിയാൽ അത് മറ്റ് കമ്പയർ ചെയ്യുമ്പോൾ, പ്രേമം എന്ന് പറയുന്ന സംഗതി ഡെവലപ്പ് ചെയ്യുമ്പോൾ മാതാപിതാക്കളും ആ കമ്മ്യൂണിറ്റീസും ഇടപെടുന്നത് വളരെ സൂക്ഷിച്ച് വേണം എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. രജിസ്റ്റർ വിവാഹം കഴിച്ച ശേഷം രണ്ടുപേർക്കും അതാത് വിശ്വാസ പ്രമാണം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നതാണ്. ക്രിസ്ത്യാനികൾക്ക് കുട്ടികളെ ആ വിശ്വാസത്തിൽ വളർത്തിക്കോളാം എന്നുള്ള എഗ്രിമെൻറ്റിൽ സഭ സമ്മതിച്ചിട്ടുള്ള വിവാഹം കഴിക്കാനും ഒരു നിയമമുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. ഇസ്ലാമിൽ ശകലം കോംപ്ലിക്കേഷൻ ഉണ്ട്. ദർ ഇസ് എ ജെൻഡർ കോംപ്ലിക്കേഷൻ. ഒരു മുസ്ലിം പുരുഷന് ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയെ വിവാഹം കഴിക്കാം, പക്ഷേ ഒരു മുസ്ലിം പെൺകുട്ടിക്ക് ഒരു ക്രിസ്ത്യൻ പുരുഷനെ വിവാഹം കഴിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഒരു ജെൻഡർ സെൻസിറ്റീവ് റൂള് മുസ്ലിങ്ങളുടെ നിയമാവലിക്കകത്തുണ്ട്. അപ്പോൾ ഓരോ സഭയ്ക്കും ഓരോ മതത്തിനും ഓരോരോ ചട്ടക്കൂടുണ്ട്. ആ ചട്ടക്കൂടിൽ ശ്രദ്ധിക്കേണ്ടതാണ്. പക്ഷേ ഒരു പ്രേമത്തിൻ്റെ ഭാഗമായോ അല്ലാതെയോ ഒരു ചെറിയ സംഭവം, ആളിക്കത്തിയ സംഭവങ്ങൾ കേരളത്തിലുണ്ടായിട്ടുണ്ട്. അതാണ് മാറാട് സംഭവം എന്ന് പറയുന്നത്. ഒരു മുസ്ലിം പയ്യൻ ഒരു ഈഴവ വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയെ മോളസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞാണ് സംഭവം പരസ്യമായത്. അതിൻ്റെ പേരിൽ ആദ്യത്തെ സംഭവത്തിൽ 4 പേര് മരിച്ചു, രണ്ടാമത്തെ സംഭവത്തിൽ 9 പേര് മരിച്ചു. പോലീസ് കേസ് അന്വേഷിച്ച് ചെല്ലുമ്പം അങ്ങനെ ഒരു പുരുഷനുമില്ല, അങ്ങനെ ഒരു പെൺകുട്ടിയുമില്ല, ഒരു മുസ്ലിം പയ്യനും ഒരു ഹിന്ദു പെൺകുട്ടിയെ മോളസ്റ്റ് ചെയ്തിട്ടുമില്ല. നടക്കാത്ത ഒരു സംഭവം. ഒരു പ്രേമത്തിൻ്റെ പേരിൽ കണ്ടുമുട്ടിയ ഒരു ചെറുക്കൻ കാമുകിയെ അള്ളിപ്പിടിച്ചു എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടാക്കിയതാണ്. ഇല്ലാത്ത സംഭവത്തിൻ്റെ പേരിലാണ് മാറാട് 9 പേർ മരിച്ചതെന്നുള്ളതാണ്. പൂന്തുറ സംഭവത്തിനകത്ത് വെടിവെപ്പ് വരെ ഉണ്ടായി. പോലീസ് ആക്ഷൻ ഉണ്ടായി. എത്രയോ പേർക്ക് പരുക്ക് പറ്റി. എത്രയോ ദിവസം 200-300 പോലീസുകാർ പൂന്തുറ കടപ്പുറത്ത് കിടക്കേണ്ടി വന്നു. അന്വേഷിച്ച് ചെല്ലുമ്പോൾ 6ഓളം പേര് മരിച്ചു. അന്വേഷിച്ച് ചെല്ലുമ്പോൾ അവിടെ മോളസ്റ്റേഷനും ഇല്ല, പ്രേമവും ഇല്ല, ഒന്നുമില്ല. കോഴിക്കോട്ടെ നാദാപുരത്ത് ഈന്തുള്ളതിൽ ബിനു, ഞാനിവിടെ പോയതാണ്, ദാരുണമായി ഒരു ഡ്രൈവറെ നടു റോട്ടിലിട്ട് വെട്ടിക്കൊന്നു. അയാൾ അവിടെ സമുദായ സംഘർഷമുള്ളതാണ്. ഈന്തുള്ളതിൽ ബിനു ഒരു മുസ്ലിം സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്നാണ് ആരോപണം. അങ്ങോട്ടൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. തീവ്രവാദികൾ കൊന്നുകളഞ്ഞു നടു റോഡിലിട്ടിട്ട്. അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അപ്പം നടക്കാത്ത പ്രേമത്തിന്, ഇല്ലാത്ത പ്രേമത്തിന്, നടക്കാത്ത മൊളസ്റ്റേഷന് നിരവധി ആളുകൾ കൊല്ലപ്പെടുകയും പോലീസ് ഫയറിങ്ങും ലാത്തി ചാർജും മാസങ്ങളോളം പോലീസ് പിക്കറ്റും ഉള്ള ഒരു സംസ്ഥാനമാണ് കേരളം. നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഒരു ഇൻ്റർ റിലീജിയസോ ഇൻ്റർ കാസ്റ്റോ ആയ ഒരു പ്രേമം ഉണ്ടാകുമ്പോൾ അത് ആളിക്കത്താതെ ആദ്യമായി സംരക്ഷിക്കണം. നമ്പർ 1. നമ്പർ 2, അത് ഇറക്കൺസൈലബിൾ ആണ്. അതായത് അവരെ ഒരു കാരണവശാലും വേർതിരിക്കാൻ പറ്റിയാൽ യോജിച്ച് പറ്റുമെന്ന രീതിയിലാണ് കാമുകനും കാമുകിയും നിൽക്കുന്നതെങ്കിൽ അതാത് മതങ്ങൾ ഒത്തുചേർന്ന്, സഭാപിതാക്കന്മാർ ഒത്തുചേർന്ന് അതൊരു പോലീസ് ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ ആകാതെ സംരക്ഷിക്കാനെങ്കിലും സഭാ നേതാക്കന്മാർക്കും മത നേതാക്കന്മാർക്കും സഹിഷ്ണുത കേരളത്തിലുണ്ടാകണം. ഇതാണ് എനിക്ക് പറയാറുള്ളത്. തോമസ് കുഴിനാപ്പുറത്ത്, ഇപ്പം ഒരു കത്തോലിക്ക പെൺകുട്ടി ഒരു ഹിന്ദു യുവാവിനെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നു, കല്യാണം കഴിച്ചു. ആ ഹിന്ദു യുവാവിന് ഹിന്ദുവായിട്ടും കത്തോലിക്ക പെൺകുട്ടിക്ക് കത്തോലിക്ക സ്ത്രീയായിട്ടും കഴിയാൻ അനുവാദം കൊടുക്കുമോ സഭ? തീർച്ചയായിട്ടും അങ്ങനെയുള്ള സംവിധാനം സഭയുടെ നിയമത്തിൽ തന്നെയുണ്ട്. പക്ഷേ അവരുടെ ആ യഥാർത്ഥമായ ദാമ്പത്യ ജീവിതം ആണ് എന്നുള്ളതിൽ സഭ ഉറപ്പുവരുത്താനായിട്ട് ആഗ്രഹിക്കുന്നു എന്നാണ് ഇതിൽ പറയാനുള്ളത്. ഇത്തരത്തിലുള്ളൊരു മിശ്ര വിവാഹം എന്നുള്ളൊരു യാഥാർത്ഥ്യം തന്നെ സഭയുടെ നിയമത്തിലെ ഒരു പ്രധാന ഘടകം തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ പാസ്റ്ററലായിട്ട് എങ്ങനെ കെയർ ചെയ്യാനായിട്ട് സാധിക്കും, അജപാലനപരമായിട്ട് അവരുടെ ക്ഷേമം എങ്ങനെ ഉറപ്പാക്കാനാകും എന്നൊക്കെ തന്നെ സഭ. ഒരു സംശയം ചോദിച്ചിട്ട് ഫാദർ, അങ്ങനെയാണെങ്കിൽ
ഇടുക്കി ബിഷപ്പ് ഇങ്ങനെ ഒരു പ്രസ്താവന ചെയ്യേണ്ട കാര്യമില്ലായിരുന്നല്ലോ. സഭയ്ക്കുള്ളിൽ തന്നെ അങ്ങനെ ഒരു സംവിധാനം നിലനിൽക്കുന്നു എങ്കിൽ ഇത്ര ആശങ്കയോടെ അദ്ദേഹം ഈ വിഷയം 100-ൽ 6 മിശ്രവിവാഹം നടക്കുന്നു എന്നൊരു ആശങ്ക അദ്ദേഹം നേരത്തെ ഡോക്ടർ അലക്സാണ്ടർ പറഞ്ഞു പരസ്യമായിട്ട് പറയാനുള്ളതല്ല, സഭയ്ക്കകത്തെ ഒരു ഡിസ്കോഴ്സ്. പക്ഷെ അതിൽ ഒരു അർത്ഥവും ഇല്ല. അതിപ്പോ അദ്ദേഹം പറഞ്ഞെങ്കിലും ഞാനപ്പോൾ നമ്മുടെ പ്രധാന സബ്ജക്റ്റ് അതല്ലാത്തതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഈ സോഷ്യൽ മീഡിയയും ഇത്രയും കാര്യമുള്ളപ്പോൾ ഒരു കമ്മ്യൂണിറ്റിയിൽ പറയുന്ന കാര്യം എല്ലായിടത്തും പറയും എന്നുള്ളത് അത് പ്രൈവറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. പ്രത്യേകിച്ച് അദ്ദേഹത്തെ പോലെ ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരാൾ, അദ്ദേഹം ആ വാക്കുകൾ ഉപയോഗിച്ചത് തെറ്റായിരുന്നു എന്ന് അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളടക്കത്തിൽ ഖേദം പ്രകടിപ്പിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. അത് ഒരു വീട്ടുകാര്യം എന്നുള്ള നിലയിലായിരിക്കണം നമ്മൾ കാണേണ്ടതും. പിതാവ് പറഞ്ഞതിൻ്റെ അതൊരു പബ്ലിക് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരുന്നില്ല. ഒരു ജിഹാദിന് വേണ്ടിയോ അല്ലെങ്കിൽ എൻ്റെ സമുദായത്തിലേക്ക് പുറത്തുനിന്നുള്ള ആളിനെ കൂട്ടാൻ വേണ്ടിയോ ഒരു പ്രേമം നടത്തി വിജയിപ്പിച്ച് ഫലവത്താക്കി കല്യാണത്തിലെത്തിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ കേരള സമൂഹത്തിൽ. അല്ല, ഇത് വിവാഹത്തിൻ്റെയും പ്രേമത്തിൻ്റെയും മാത്രം ഇഷ്യൂ അല്ല. കാരണം എല്ലാ സമുദായങ്ങളും ഒരു ഈ ഡെമോഗ്രാഫിക്കലി വളരെ അരക്ഷിതാവസ്ഥയിലാണെന്നുള്ളത് വാസ്തവമാണ്. എന്തിനാ നമ്മൾ ഈ കന്യാസ്ത്രീകളുടെ എണ്ണം നോക്കുക. ഈ സഭയിൽ ഞാൻ കഴിഞ്ഞ ദിവസം അതിനെപ്പറ്റിയുള്ളൊരു റിപ്പോർട്ട് വായിച്ചു. 20 വർഷങ്ങൾക്ക് മുമ്പ് കേരളം നമുക്കറിയാം ലോകമെമ്പാടുമുള്ള കന്യാസ്ത്രീകളുടെ ഒരു കളിത്തൊട്ടിലാണ്. ഇവിടുന്ന് കേരളത്തിൽ നിന്നാണ് പല നാടുകളിലേക്കും കന്യാസ്ത്രീകൾ പോകുന്നത്. അപ്പോൾ ഈ കേരളത്തിൽ ഉണ്ടായിരുന്ന 20 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഇതിൽ നിന്നും 75% കന്യാസ്ത്രീകൾ പുതുതായി ചേർക്കുന്ന സഭയിലേക്ക് വരുന്നവരുടെ എണ്ണം കുറഞ്ഞു. ഇപ്പോൾ ഒരു വർഷം മുമ്പ് 24-25 എന്നായിരുന്നെങ്കിൽ 20 വർഷം മുമ്പ് ആയിരുന്നെങ്കിൽ ഒരു വർഷം 3 സാമൂഹ്യ മാറ്റം തന്നെയാണ്. അല്ല, സാമൂഹ്യ മാറ്റം എന്താണെന്ന് വെച്ചാൽ അതാണ് അതിലെ ജെൻഡർ. നേരത്തെ ചോദിച്ചല്ലോ ഇതിൻ്റെ ഒരു ജെൻഡർ ഫാക്ടർ. കാരണം ഇവരാരും ഇപ്പം ഈ ഇതിൽ നമ്മൾ വളരെ ശ്രദ്ധേയമായ കാര്യം ഈ ഇടുക്കി ബിഷപ്പും പറയുന്നത് നമ്മുടെ ആൺകുട്ടികൾ പോയി കല്യാണം കഴിച്ചു, പെൺകുട്ടികളെ കല്യാണം കഴിക്കരുതെന്നാണ്. ആൺകുട്ടികളുടെ കാര്യം ആർക്കും ഉത്കണ്ഠയില്ല. കാരണം എന്തുകൊണ്ടാണ് പെൺകുട്ടികൾ മാത്രം പോയാൽ അതാണ് അതിലെ പ്രശ്നം. മാഡം പറഞ്ഞതിനോട് ചേർത്ത് അതിനോടനുബന്ധമായിട്ട് ഇന്നും എനിക്കറിയാവുന്ന അതായത് വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ക്ലോയിസ്റ്റഡ് കോൺവെൻറ്റ്, അതുപോലെ മദർ തെരേസയുടെ കോൺവെൻറ്റ്, അവിടെ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലേക്ക് എനിക്കറിയാവുന്ന 2 മെഡിക്കൽ പ്രൊഫഷൻ, ദേ ആർ മെഡിക്കലി പ്രാക്ടീഷണേഴ്സ് ആയിരുന്ന ഡോക്ടേഴ്സ് അവരുടെ പ്രൊഫഷൻ ഉപേക്ഷിച്ച് വന്നിട്ടുള്ള സംഭവം എനിക്ക് ചൂണ്ടിക്കാണിക്കുക. അത് സംഭവമല്ല പറഞ്ഞു, ഇത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഞാൻ ഇതിനെ പറ്റിയുള്ളൊരു പഠനം വായിച്ചതാണ്. അതിൽ എണ്ണം വളരെയധികം കുറയുന്നു. അത് പ്രധാനമാണ്. കാരണം എന്താന്ന് വെച്ചാൽ സ്ത്രീകളുടെ എണ്ണം കുറയുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതാ സ്ത്രീ എന്തുകൊണ്ടാണ് കന്യാസ്ത്രീകൾ പറയുന്നത്? ഒന്ന്, കുടുംബാസൂത്രണത്തിൻ്റെ ഒരു കുറച്ചുകൂടി വ്യാപ്തി ഉണ്ടായതിനു ശേഷം വീടുകളിൽ പല വീടുകളിൽ പലപ്പോഴും 1-2 കുട്ടികളെ ഉണ്ടാവുന്നുള്ളൂ. കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. അപ്പൊ പെൺകുട്ടികളുടെ എണ്ണം കുറഞ്ഞു സഭയിലേക്ക് വരാനുള്ള. അല്ല, ഇതിൽ വേറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ കന്യാസ്ത്രീകളുടെ എണ്ണം കുറയുന്നുണ്ടെങ്കിലും പുരോഹിതന്മാരുടെ അച്ഛന്മാരുടെ എണ്ണം അതുപോലെ കുറഞ്ഞിട്ടില്ല. കാരണം എന്തുകൊണ്ടാണ്? കാരണം സഭയിൽ വന്നു കഴിഞ്ഞാൽ അവർക്ക് കുറച്ചുകൂടി സഭയിൽ പുരോഹിതൻ ആയിട്ടുള്ള ആൾക്ക് കൂടുതൽ വിസിബിലിറ്റി ഉണ്ട്, അവർക്ക് കൂടുതൽ ജോലിയുണ്ട്, കൂടുതൽ പ്രാധാന്യമുണ്ട്. ഇപ്പം അദ്ദേഹം വന്നൊരു ചർച്ചയിൽ വട്ടമേശയിൽ വന്ന് ഇരിക്കുന്നത് പോലെ സാധാരണഗതിയിൽ കന്യാസ്ത്രീകളെ താങ്കൾ വിളിച്ചിരുത്തി വരാറുണ്ടോ? വരാനുള്ള അതുകൊണ്ടോ വിസിബിലിറ്റി കൂടും. കേരളത്തിലെ സമൂഹം പെട്രിയാർക്കൽ ആൻഡ് പെട്രിലീനിയൽ സമൂഹമാണ്. നായന്മാർ പണ്ട് മെട്രിലീനിയലായിരുന്നു, പെട്രിയാർക്കലാണെങ്കിൽ മെട്രിലീനിയലായിരുന്നു. പക്ഷേ ജോയിൻറ്റ് ഫാമിലി അബോളിഷൻ വന്നതോടുകൂടി അതും പോയി. അത് കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? കല്യാണം കഴിക്കുമ്പോൾ പെൺകുട്ടി പുരുഷൻ്റെ വീട്ടിലേക്കാണ് വരുന്നത്. അപ്പോൾ പുരുഷൻ ഒരു മതത്തിൽപ്പെട്ട ആളാണെങ്കിൽ ഈ വരുന്ന പെൺകുട്ടി ഓട്ടോമാറ്റിക്കലി കുടുംബവുമായി ചേരാൻ വേണ്ടി മതം മാറുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പെൺകുട്ടി പോകുന്നതിനെ ഒരു സമൂഹം ഭയപ്പെടുന്നത്. രണ്ടാമത് കേരളത്തിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ 1000 പുരുഷന്മാർക്ക് 1058 സ്ത്രീകളാണുള്ളത്. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ 21 വയസ്സ് കഴിഞ്ഞ പുരുഷനെ സ്ത്രീയെ എടുത്താൽ 14 ഈ ഒരു പുരുഷൻ ഒരു സ്ത്രീയെ വെച്ച് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങളുടെ ഇടയിൽ ഒന്നിലേറെ കല്യാണം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് എക്സസ് അബ്സോർവ് ചെയ്തു പോകും. പക്ഷേ ഹിന്ദു കമ്മ്യൂണിറ്റിയിലും ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലും 1000 പുരുഷന്മാർ 1000 പെൺകുട്ടികളെ കല്യാണം കഴിച്ചാൽ 58 പെൺകുട്ടികൾക്ക് ഭർത്താക്കന്മാരില്ല. ആ ഭർത്താക്കന്മാരില്ലാത്ത എണ്ണം 14 ലക്ഷം പെൺകുട്ടികളാണ് കേരളത്തിൽ
പുരുഷനെ കിട്ടാതെ വിഷമിച്ചു. അത് കംപ്ലീറ്റ്ലി ചലഞ്ച് ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇത് പറയുന്ന കേട്ടതൊന്നും ഈ അങ്ങനെ 1000 പേര് വയസ്സായി നിൽക്കുന്ന പ്രായത്തിലുള്ളവരുമാണെങ്കിൽ വളരെ വെറും ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ മാജിക് മാത്രമാണ് അദ്ദേഹം. കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ പ്രൊപ്പോർഷൻ താഴുന്നുണ്ട്. പെൺകുട്ടികളുടെ എക്സസ് എന്ന് പറയുന്ന അബ്സോർവ് ചെയ്ത് തിപ്പോട്ട് പറയുന്നതാണ്. പക്ഷേ ഇപ്പോഴും എബോവ് 21 ഇയേഴ്സിൽ ഈ 1000 പുരുഷന്മാർക്ക് 1000 പെൺകുട്ടികൾ കഴിഞ്ഞിട്ട് ഈ സർപ്ലസ് നിൽക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം 14 ലക്ഷമുണ്ട്. പെൺകുട്ടികളെ ഭർത്താക്കന്മാർക്ക് കിട്ടാത്ത 2-3 കാരണങ്ങളാണ്. ഒന്ന്, സാമ്പത്തിക ശേഷി ഇല്ലാത്ത കുടുംബങ്ങൾക്ക്. 2, വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു പെൺകുട്ടിക്ക്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പെണ്ണിന് എഡ്യൂക്കേറ്റഡ് ആയ ഒരു ആണിനെ കിട്ടാതെ വരുന്ന ബുദ്ധിമുട്ട്. അല്ലാതെ ആൺ അവൈലബിൾ അല്ല എന്ന് കരുതി ഒരു പെണ്ണും ഇവിടെ വിവാഹിതയാകാതിരുന്നിട്ട്. അല്ല, അങ്ങ് പറഞ്ഞ ഈ 2 കാരണത്താൽ തന്നെ ഒരു പെൺകുട്ടിക്ക് ഒരു ലവ് അഫെയർ കിട്ടിയാൽ she thinks it is good. ചെറുക്കിനെ കിട്ടാത്തത് കൊണ്ട് കല്യാണം കഴിക്കാത്ത പെൺകുട്ടികൾ കേരളത്തിലുണ്ടോ? നമുക്കിത് പഠിക്കേണ്ടതാണല്ലോ. സ്റ്റാറ്റിസ്റ്റിക്കലി ഉണ്ട്. അതുകൊണ്ട് ഈ കുടുംബത്തിൽ നിന്ന് കല്യാണം കഴിക്കാനുള്ള സ്ത്രീധനം കൊടുക്കാൻ വകുപ്പില്ല, അല്ലെങ്കിൽ പെൺകുട്ടിക്ക് വിദ്യാഭ്യാസത്തിൽ പുറകോട്ട് നിൽക്കുന്ന ഒരു അവസരത്തിൽ ആ പെൺകുട്ടിക്ക് ഒരു പ്രേമം കിട്ടിയാൽ ഷീ യൂഷ്വലി അക്സെപ്റ്റഡ്. ചില സമുദായങ്ങളിൽ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിൽ പെൺകുട്ടികൾ വളരെ വേഗം പഠിച്ച് മുന്നേറുകയാണ്. ഇത്തവണ തന്നെ 10ാം ക്ലാസ്സിൽ റാങ്ക് കിട്ടിയത് ഹിബ എന്നൊരു മലപ്പുറംകാരി പെൺകുട്ടിക്കാണ്. റാങ്കുകളൊക്കെ മലപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പെൺകുട്ടികളാണ് മുന്നിൽ. MBBSന്, MDക്ക്, MS-ന്, MBAക്കൊക്കെ പോകുന്ന പെൺകുട്ടികൾ. അതെ, ഇത് മുഴുവൻ ഈ ആശങ്കയാണ്. സ്ത്രീകൾ കൂടുതൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാകുന്നു. സ്ത്രീകളുടെ അവൈലബിളി ഈ സഭാവിഭാഗങ്ങളുടെ പുരുഷ വിഭാഗം അവരുടെ കീഴിലുള്ള പുരുഷന്മാർക്ക് അവൈലബിൾ ആയിട്ടുള്ള, അവർക്ക് ക്വാളിഫൈഡ് ആയിട്ടുള്ള പെൺകുട്ടികൾ വേറെ സ്ഥലങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതാണ് കത്തോലിക്ക സഭയിലും ആ പ്രശ്നമുണ്ട്. പെൺകുട്ടികൾ നഴ്സിംഗ് ഒക്കെ പഠിച്ചിട്ട് ജർമ്മനിയിലേക്ക് പോകുന്നു. അവിടെ പോയി സായിപ്പായ ഡോക്ടർമാരെയും ഒക്കെ അവിടെ ഉള്ളവരെ കല്യാണം കഴിച്ചു പോകുന്നു. അങ്ങനൊരു ചരിത്രം തന്നെ ഉണ്ടായിട്ടുണ്ട് കേരളത്തിൽ. പ്രത്യേകിച്ച് കോട്ടയത്ത് നിന്ന് ധാരാളം പെൺകുട്ടികൾ ജർമ്മനിയിൽ പോവുകയും അവിടുത്തെ കല്യാണം കഴിക്കുകയും സുഖമായിട്ട് ജീവിക്കുകയും ചെയ്തു. അതുപോലെ പെൺകുട്ടികൾ പുതിയ അവന്യൂസിലേക്ക് കടക്കുന്നു. അപ്പോൾ ഒരു പക്ഷേ മുസ്ലിം സമുദായവും കത്തോലിക്ക സമുദായവും ക്രിസ്ത്യൻ സമുദായം അറ്റ് ലാർജ് പേടിക്കുന്നത് അധികം പഠിത്തം കിട്ടിപ്പോകുന്ന പെൺകുട്ടികൾക്ക് സ്വന്തം സമുദായത്തിൽ തൻ്റെ അത്രയും ഉള്ളവരെ കിട്ടുന്നില്ല എന്നുള്ള ആശങ്ക. അപ്പം കൂടെ ജോലി ചെയ്യുന്ന കടന്നു വരുന്നത് അത് ഈ സമുദായങ്ങളെ പേടിപ്പിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. അതായത് അതിലെ ഇഷ്യൂ സ്ത്രീ സാക്ഷരത, സ്ത്രീ വിദ്യാഭ്യാസം, സ്ത്രീകൾക്ക് കൂടുതൽ തൊഴിൽ മേഖലകളിലേക്ക് എത്തുന്നു. ആനിക്കുഴിക്കാട്ടിൽ അച്ഛന് ഓട്ടോറിക്ഷക്കാരെന്ന് പറഞ്ഞത് ശരിയല്ല. എനിക്ക് അതിൽ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇവിടെ സ്ത്രീകൾ മാത്രമായിട്ട് വിദ്യാഭ്യാസപരമായിട്ട് മുന്നേറുന്നു എന്നൊരു സ്ഥിതിവിശേഷം എൻ്റെ അനുഭവത്തിൽ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. സ്ത്രീകളോടൊപ്പം തന്നെ പുരുഷന്മാരും അതുപോലെ തന്നെ വിദ്യാഭ്യാസവും സാംസ്കാരികമായിട്ടും ഒക്കെ ഉന്നത നിലവാരത്തിൽ നിൽക്കുന്ന ധാരാളം ആളുകളെ, അതായത് ഈക്വലി ബോത്ത് ആർ എഡ്യൂക്കേറ്റഡ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അവർക്ക് തക്കതായ ഒരു ജീവിത പങ്കാളിയെ കണ്ടെത്തുന്നതിൽ അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഫാദർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സമൂഹത്തിൽ സ്ത്രീകൾ മാത്രമല്ലല്ലോ വിദ്യാഭ്യാസപരമായി മുന്നേറിയുന്നത്. ഒരുപോലെ സ്ത്രീയും പുരുഷനും മുന്നേറുന്നുണ്ട്. ഇപ്പോൾ മുസ്ലിം സമുദായത്തിലെ പ്രശ്നം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, മുസ്ലിം സമുദായത്തിലെ പെൺകുട്ടികൾ മാത്രമല്ല വിദ്യാഭ്യാസപരമായി മുന്നേറുന്നത്. പക്ഷേ ഈ എൻ്റെ ഒരു വിശകലനത്തിൽ ലവ് ജിഹാദ് എന്ന് പറയുന്നൊരു ഇഷ്യൂ തന്നെ വന്നത് മുൻകാലങ്ങളിൽ മുസ്ലിം സമുദായത്തിലെ ആൺകുട്ടികളും ഒക്കെ പെൺകുട്ടികളും ഒരുപോലെ വിദ്യാഭ്യാസപരമായി വളരെ പിന്നോക്കമായിരുന്നു. എന്തുകൊണ്ടാണ് അത്? എൻ്റെ തലമുറയ്ക്ക് കിട്ടാത്ത വിദ്യാഭ്യാസം എന്ത് വില കൊടുത്തും എൻ്റെ അടുത്ത തലമുറയ്ക്ക് കൊടുക്കണം എന്നൊരു പിടിവാശിയാണ് ഈ മലപ്പുറത്തെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിൻ്റെ അടിസ്ഥാന കാരണം. അതൊരു യാഥാർത്ഥ്യമാണ്. 10 വർഷം കഴിഞ്ഞാൽ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ ഭൂപടത്തിൻ്റെ ചിത്രം തന്നെ മാറും എന്നുള്ളത് ഉറപ്പാണ്. അത് സ്റ്റാറ്റിസ്റ്റിക്കൽ സ്റ്റഡി തന്നെ ഞാൻ വ്യക്തിപരമായി നടത്തിയൊരു സംഗതിയാണ്. പ്രൊഫസർ ബഹാവുദ്ദീൻ KM ബഹാവുദ്ദീൻ്റെ കൂടെ ചേർന്ന് ഞാൻ 5 വർഷങ്ങൾക്ക് മുമ്പ് ഈ പഠനം നടത്തിയിരുന്നതാണ് ഈ വിഷയം, മലപ്പുറം ജില്ലയുടെ. അപ്പോൾ ഇതിൽ നേരത്തെ പറഞ്ഞൊരു വിഷയമുണ്ട്. പെൺകുട്ടികൾ വിദ്യാഭ്യാസപരമായി മുന്നേറുന്നു, അവർക്ക് അനുയോജ്യരായ വരന്മാരെ കിട്ടുന്നില്ല എന്നൊരു വിഷയമുണ്ട്. ആൺകുട്ടികൾ ക്യാമ്പസുകളിൽ മറ്റുള്ളവരെക്കാളും അല്ല വിദ്യാഭ്യാസപരമായി പെട്ടെന്നുള്ളൊരു കുതിച്ചുചാട്ടം കാരണം ഔട്ട്ഷൈൻ ചെയ്ത് വളരെ നന്നായി പെർഫോം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ആകർഷിക്കപ്പെട്ട് മറ്റ് സമുദായത്തിലേക്ക് കൂടുതൽ വിവാഹത്തിലേക്ക്. ഒരു വിഷയം കൊടുക്കണം ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്. ഈ റിജിഡായിട്ടുള്ള സമുദായത്തിൽ ചട്ടങ്ങളും മേൽക്കോയ്മകളും ഒക്കെ വളരെ കർശനമായിട്ടുള്ള ഒരു മുസ്ലിം സമുദായം അല്ലെങ്കിൽ കത്തോലിക്ക സമുദായം, പുതിയ യുവാക്കൾ ഈ കെട്ടുപാടുകളിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് പുറത്തേക്ക് പോകാൻ താല്പര്യപ്പെടുന്നുണ്ടാവില്ലേ? ഇന്നലെ ഒരു ചാനലിൽ ഞാൻ ഇതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ കേട്ടു. അവിടെ ഉപയോഗിച്ചൊരു വാക്ക്, ഈ കത്തോലിക്ക സഭ റേഷ്യൽ പ്യൂരിറ്റി പോകും എന്ന് ഭയപ്പെട്ടാണ് ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കുന്നത് എന്നൊരു സെൻറ്റൻസ് കിട്ടിയാണ്. അപ്പോൾ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം, കത്തോലിക്ക സഭ സംബന്ധിച്ചിടത്തോളം നമ്പൂതിരി മുതൽ നായാടി വരെയുള്ള എല്ലാ കമ്മ്യൂണിറ്റിയിൽ നിന്നും ആളുകൾ ചേർന്നിട്ടാണ് ഇസ്ലാം മതവും ക്രിസ്തു മതവും കേരളത്തിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അവർക്ക് അങ്ങനെ റേഷ്യൽ പ്യൂരിറ്റി ഇല്ല, ഒന്നാമത്. രണ്ടാമത്,
ഓൾ കൈൻഡ്സ് ഓഫ് പീപ്പിൾ ഹാവ് ജോയിൻ ദ റിലിജൻ. അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു കാസ്റ്റ് കോൺഷ്യസ്നെസ്സും ശരിക്കും ഈ രണ്ട് കമ്മ്യൂണിറ്റിക്കകത്തും ഇല്ല. അപ്പം അതുകൊണ്ട് അങ്ങനൊരു റേഷ്യലോ അല്ലെങ്കിൽ കാസ്റ്റോ ആയിട്ടുള്ള റിജിഡിറ്റി അവർക്കില്ല. പക്ഷേ ഈ രണ്ട് കമ്മ്യൂണിറ്റിക്കുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് കമ്മ്യൂണിറ്റിയും നിയമങ്ങൾ വെച്ചിട്ട് ഒരു ഓർഗനൈസ്ഡ് റിലിജനാണ് ഇത് രണ്ടും. അപ്പോൾ ഈ ഓർഗനൈസ്ഡ് റിലിജനും നോട്ട് ഓർഗനൈസ്ഡായ റിലിജനും തമ്മിൽ ഒരു ബന്ധം വരുമ്പോൾ അവർക്ക് പ്രശ്നമുണ്ട്. ഇപ്പോൾ ഹിന്ദുയിസം എന്ന് പറഞ്ഞാൽ നോട്ട് ഓർഗനൈസ്ഡ് റിലിജൻ, ഇറ്റ് ഈസ് എ ജനറൽ വേ ഓഫ് ലൈഫ് പോകുന്നു. പക്ഷേ കത്തോലിക്ക സഭയ്ക്ക് പോപ്പ് തൊട്ട് താപ്പോട്ട് വരുന്ന ഓർഗനൈസ്ഡ് സ്ട്രക്ചറുണ്ട്, ഹൈറാർക്കി ഉണ്ട്, ഒരു സ്ട്രക്ചറുണ്ട്, റൂൾസ് ഉണ്ട്, കാനോനിക നിയമങ്ങൾ, ഇങ്ങനെ എല്ലാത്തിനെയും കൺട്രോൾ ചെയ്യാണ്. ഇസ്ലാമിന് അങ്ങനൊരു ഹൈറാർക്കി ഇല്ലെങ്കിൽ പോലും ആ റിലിജൻ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഓർഗനൈസ്ഡ് ആയിട്ടുള്ള റിലിജനാണ്. അപ്പോൾ ഓർഗനൈസ്ഡ് റിലിജൻ ഒരു അൺഓർഗനൈസ്ഡ് റിലിജനും വരുമ്പോൾ അതിനിടയ്ക്ക് ഒരു പ്രേമ വിവാഹം ഉണ്ടാകുമ്പോൾ ദി അൺഓർഗനൈസ്ഡ് റിലിജന് ഈ ഓർഗനൈസ്ഡ് റിലിജനോട് പിടിച്ചു നിൽക്കാൻ പ്രയാസമാണ്. ഇതിനുള്ളിൽ വീൽസ് വിതിൻ വീൽസ് എന്ന് പറഞ്ഞ പോലെ ഓരോ സഭയ്ക്കുള്ളിലും പണ്ടൊക്കെ ഒരു യേശുവേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ കേരളത്തിനകത്ത് തന്നെ 17 സഭയെങ്കിലും എൻ്റെ അറിവിലുണ്ട്. ഓരോ സമുദായത്തിനും അതിൻ്റെതായ ചില ചിട്ടവട്ടങ്ങളും ആചാരങ്ങളും ഉണ്ട്. അപ്പൊ അതും ഈ പറഞ്ഞ പോലെ വീൽസ് വിതിൻ വീൽസ് എന്ന് പറഞ്ഞ പോലെ കൂടുതൽ കുരുക്കുകൾ ഉണ്ടാകുന്നു. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ രംഗത്തും ഉണ്ടായ ഒരു മാറ്റവും കൂടെ ഇതിലൊരു പ്രധാന ഘടകമാണ്. കാരണം നമ്മൾ 40,000 ആളുകൾ വർക്ക് ചെയ്യുന്ന മേഖലയാണ് ടെക്നോ പാർക്ക്. ടെക്നോ പാർക്കിലെ വിവാഹങ്ങൾ ഇപ്പം പിന്നെ കോഹാബിറ്റേഷൻ മറ്റൊരു ഭാഗത്ത്, പിന്നെ രജിസ്റ്റർ മാരേജ് വേറൊരു ഭാഗത്ത്, അങ്ങനെ ഈ ജാതി മതമൊന്നും നോക്കാതെ വിവാഹത്തിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സമ്പ്രദായം ഈ രംഗത്തുണ്ട്. 2, ഉന്നത വിദ്യാഭ്യാസം തേടി കേരളത്തിൻ്റെക്ക് പുറത്തേക്കൊക്കെ പോകുന്ന ഒരു വലിയ സമൂഹം അത് മുസ്ലിം സമുദായത്തിലുണ്ട്. എല്ലാ മുസ്ലിം സമുദായം ഇപ്പോഴാണ് അതിൽ മുന്നോട്ട് വന്നത്, പ്രത്യേകിച്ച് പെൺകുട്ടികൾ. അപ്പോൾ അവർക്ക് കൂടുതൽ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു വായു ശ്വസിക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുട്ടികൾ കൂടുതൽ പ്രണയത്തിലേക്ക് പോകുന്നു, ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറാകുന്നു, ഇതിലേക്ക് പോകുന്നു. 2, അങ്ങേയറ്റം സ്ട്രെസ്സുള്ളൊരു മേഖലയാണ് ഈ IT സെക്ടർ എന്ന് പറയുന്നത്. IT സെക്ടറിൽ പണിയെടുക്കുമ്പോൾ സ്വാഭാവികമായും സൗഹൃദങ്ങൾ പെട്ടെന്ന് പ്രണയമായി മാറുന്നു, ഒരുമിച്ച് ജീവിക്കുന്നു, വിവാഹത്തിലേക്ക് എത്തുന്നു. അപ്പോൾ ഈ തൊഴിലിലും ഈ പറഞ്ഞ വിദ്യാഭ്യാസ രംഗത്തും ഉണ്ടായ ഈ ഒരു മാറ്റം കൂടി ഇത്തരത്തിലുള്ള പ്രണയ വിവാഹത്തിന് ഫാക്ടറുണ്ട്. ഈ വിവാഹത്തിലേക്ക് പോകുന്ന പ്രണയത്തെ ഭയപ്പെടുന്ന പോലെ തന്നെ എല്ലാ മതങ്ങളും ഭയപ്പെടുന്ന രണ്ടാമത്തെ റീസൺ ഈ ഇന്റർകാസ്റ്റ് മാരേജിനകത്ത് ഡൈവോഴ്സ് റേറ്റ് കൂടുതലാണ്. അത് എനിക്ക് ഇൻട്രാ റിലീജിയസ് മാരേജിനകത്ത് ഡൈവോഴ്സ് റേറ്റ് കുറവാണ്. അപ്പോൾ ഇന്റർകാസ്റ്റ് മാരേജ് പോയി പിറ്റേ ദിവസം രാവിലെ ഡൈവോഴ്സിൽ ആളങ്ങ് പിരിഞ്ഞാൽ ഈ രണ്ട് കുടുംബങ്ങളും വല്ലാത്ത ഒരു ഭയപ്പാടിൽ എത്തിച്ചേരും. എനിക്ക് വ്യക്തമായിട്ട് അതിനെപ്പറ്റി പറയാം. പിന്നെ ഇത്തരത്തിലുള്ള വിവാഹങ്ങൾ പലതും എത്തിപ്പെടുന്നത് വിവാഹമോചനത്തിലേക്കാണെന്നുള്ള ഒരു ചരിത്രമാണ് ഞാനിപ്പോൾ 3-4 വർഷമായിട്ട് ഈ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് പറയാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള ഒരു പലപ്പോഴും അവർ ആകർഷിക്കപ്പെടുന്ന ആ ഒരു കാലയളവ് കഴിഞ്ഞ് യാഥാർത്ഥ്യങ്ങളുമായിട്ട് മുറുകെ പിടിക്കേണ്ടി വരുമ്പോൾ വളരെ അപൂർവമായിട്ട് മാത്രമേ ഇത്തരം ബന്ധങ്ങൾ ശാശ്വതമായിട്ട് അല്ലെങ്കിൽ ജീവിതാന്ത്യം വരെ നിലനിൽക്കുന്നതായിട്ട് കാണുന്നുള്ളൂ എന്നതും നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മുടെ കേരളത്തിൻ്റെ സമകാലിക യാഥാർത്ഥ്യങ്ങളിൽ ഒന്നാണ് എന്ന് നമ്മൾ അംഗീകരിക്കും. പുതിയ യുവാക്കളൊക്കെ ഇങ്ങനെ പ്രേമിച്ച് വേറെ കല്യാണം കഴിക്കുമ്പോൾ മുസ്ലിം സമുദായ നേതൃത്വം അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഒരളവ് വരെ മുസ്ലിം സമുദായത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങളിൽ വരുന്ന ലേഖനങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ അസ്വസ്ഥത പ്രകടിപ്പിക്കാറുണ്ട്. അവരുടെ പ്രഭാഷണങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിലും ഇതൊരു വിഷയമായി തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. അപ്പം ഈ അച്ഛൻ പറഞ്ഞതിലൊരു വലിയ യാഥാർത്ഥ്യമുണ്ട്. ഡിവോഴ്സ് റേറ്റ് വളരെ കൂടുതലാണ്. 2, വിവാഹം കഴിച്ച് ഈവൻ ഒരു പരസ്പരം ഉള്ള ഒരു സ്നേഹബന്ധം വിട്ടുപോകുന്നു എന്നതിനേക്കാൾ ഉപരി വളരെ മോശമായ രീതിയിൽ ട്രീറ്റ് ചെയ്ത് തെരുവിൽ വലിച്ചെറിയുന്ന സംഭവങ്ങൾ ദിനം പ്രതി കൂടി വരുന്ന സംഭവം ഒരു പത്രങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സംഗതിയാണ്. അപ്പോൾ ഈ 2 സംഭവത്തിനിടയിൽ നിന്ന് നമ്മൾ ചർച്ച ചെയ്യാതെ പോയൊരു സംഗതിയുണ്ട്. അത് ഈ മാതാപിതാക്കളുടെ അവസ്ഥയാണ്. നമ്മൾ ഈ വലിയ സ്വാതന്ത്ര്യവും വലിയ പ്രണയവും വലിയ പ്രണയ വിവാഹത്തിൻ്റെ മഹത്വമൊക്കെ പറയുമ്പോഴും തകർന്നു പോകുന്ന കുടുംബങ്ങളുടെ ഒരു വിഷയം കൂടെ ഈ ചർച്ചയിൽ വരണമെന്നുള്ളൊരു അഭിപ്രായം. അല്ല, പക്ഷേ ഈ പറഞ്ഞു വരുന്നത് കഴിഞ്ഞാൽ ഇത് വളരെ അപകടകരമായ ഒരു വഴിയിലേക്കാണ് ഇത് പോകുന്നത്. കാരണം ഇത് മിശ്ര വിവാഹങ്ങളെല്ലാം പരാജയമാവും എന്നുള്ളൊരു സംഗതിയിലേക്ക് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ അങ്ങനെ ആണെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ ആവുന്നു എന്നുള്ളതും കൂടി നമ്മൾ ആലോചിക്കണം. അപ്പം നമ്മുടെ ഡിസ്കഷൻ ഈ വണ്ടി കാളയുടെ മുമ്പിൽ കെട്ടുകയാണോ എന്നൊരു സംശയം. സമുദായത്തിൽ നടത്തിയ കല്യാണങ്ങളാണോ പരാജയപ്പെടുന്നത്, പുറത്ത് നടത്തുന്ന കല്യാണം, അതൊക്കെ ശരിക്കും പഠിക്കേണ്ടതാണ്. സാമൂഹ്യ ശാസ്ത്രം അതിനകത്ത് ആവശ്യമാണ്. അല്ല, അതെന്താ എന്ന് വെച്ചാൽ നമ്മൾ കാരണം അൾട്ടിമേറ്റ്ലി നമ്മുടെ ഉദ്ദേശം എല്ലാ മതങ്ങളും എല്ലാം ഉള്ളവരെ സഹവർത്തിത്വത്തോടുകൂടി വിവാഹം കഴിക്കാൻ സാധിക്കണം എന്നുള്ളൊരു
സൊല്യൂഷനിൽ എത്തിച്ചേരാനാണെങ്കിൽ അതിനെ അങ്ങേയറ്റം മാനിക്കുന്ന മതങ്ങളാണ് ഇന്ന് അങ്ങനെ ആണെങ്കിൽ അപ്ബ്രിങ്ങിങ്ങിൽ തന്നെ ഈ IT സെന്ററിൽ ഒരു ദിവസം ഒരു രാത്രി അല്ലെങ്കിൽ 2-3 രാത്രി നൈറ്റ് ഷിഫ്റ്റുകളിൽ IT സെന്ററിൽ ഒരുമിച്ച് കാണുമ്പോൾ അപ്പോൾ തോന്നുന്ന വികാരം കൊണ്ടുള്ള പ്രണയവിവാഹങ്ങൾ അങ്ങനെയുള്ളതാണ് ഡിസാസ്റ്ററിൽ എത്തിച്ചേരുന്നതെന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് ഈ എൻ്റെ ഒരു നിരീക്ഷണം പലപ്പോഴും ഈ സമൂഹങ്ങൾ തമ്മിൽ സ്പർദ്ധ ഉണ്ടാകുന്നു. സമുദായമാണെങ്കിലും മതത്തിലാണെങ്കിലും ഉണ്ടാകുന്നത് ഈ അച്ഛനും അമ്മയുടെയും ബാക്ക്ഗ്രൗണ്ട്, അവർ താമസിക്കുന്ന റെസിഡൻഷ്യൽ പാറ്റേൺ, അവർ കഴിയുന്നത് ഒരു സമ്മിശ്രമായ ഒരു ഏരിയയിലാണെങ്കിൽ, ഒരു ഉദാഹരണത്തിന് ഒരു ഫ്ലാറ്റ് സംബന്ധിച്ചുതരാം, അതിനുള്ളിൽ പല ജാതി മതസ്ഥർ ഒരുമിച്ച് കഴിയുന്ന ഒരു സ്ഥലത്താണെങ്കിൽ അവർ കുട്ടിക്കാലം അങ്ങനെ ചെലവഴിച്ച ഒരു കുട്ടിക്ക് ഒരിക്കലും മറ്റൊരു മതത്തിലെയോ മറ്റൊരു ജാതിയിലെയോ മറ്റൊരു സമുദായത്തിലെ ആളുകളിലെ അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ അവരെ ബഹുമാനിക്കാതിരിക്കാൻ കഴിയില്ല. പക്ഷേ അവരുടെ ജീവിത രീതി ആദ്യം തന്നെ ഒന്നിലൊരു മുസ്ലിങ്ങൾ മാത്രമുള്ള ഒരു തെരുവ് അല്ലെങ്കിൽ അഗ്രഹാരം അങ്ങനെയൊക്കെയുള്ളൊരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന കുട്ടികൾ ഇത്തരം ഒരു ഏർബൻ കോണ്ടെക്സ്റ്റിൽ പോയി തൊഴിൽ സ്ഥലത്ത് വെച്ച് പ്രണയബദ്ധരാകുമ്പോഴാണ് കൂടുതൽ കാണുന്നത്. ഒരു വാചകം പറഞ്ഞു. ഇത്തരത്തിലുള്ളൊരു ഭയപ്പാട് നമുക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ ബാല്യകാലം ഓർക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം സ്കൂളിൽ പഠിക്കുമ്പോഴും അവിടെ ഉണ്ടായിരുന്നത് വിവിധ സമൂഹങ്ങളിലും വിവിധ സംസ്കാരങ്ങളിലും പെട്ട എല്ലാവരുമായിട്ടും വളരെ സൗഹാർദ്ദപരമായ ഒരു ജീവിതശൈലിയായിരുന്നു അക്കാലത്ത് ഞങ്ങളുടെ കലാലയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ളൊരു ഭയപ്പാടിൻ്റെ ഒന്നും പ്രശ്നമില്ല. പക്ഷേ ഇത് ഒരു വിവാഹ ബന്ധത്തിലേക്കൊക്കെ എത്തിച്ചേരുമ്പോൾ അതിൻ്റെ ഒരു ആശങ്കകൾ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അത് അവരുടെ ജീവിതത്തെ പറ്റി അല്ല, മത നേതാക്കള് സ്ത്രീകളെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് എന്നുള്ളതിനോട് വളരെ ശക്തമായി വിയോജിക്കുന്നു. പെരുന്നാൾ വന്നാലും വിരുന്നുകാരൻ വന്നാലും കഷ്ടം കോഴിക്ക് തന്നെ, പെടക്കോഴിക്കാണ് എന്നുള്ളതാണ്. അതിലെല്ലാ മതവും ഒരു പ്രത്യേകിച്ച് മതപണ്ഡിതന്മാർ സ്ത്രീകളെ കൈകാര്യം ചെയ്യുന്ന വിഷയത്തിലുള്ള ഈ ഒരു അങ്ങേയറ്റത്തെ വിവേചനപൂർവമായ സമീപനം അത് അംഗീകരിച്ചു. സാമൂഹ്യ അതിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ ഉള്ളൊരു വ്യത്യസ്തത അല്ലെങ്കിൽ ഒരു വൈജാത്യത നമ്മളെ മതത്തിൻ്റെ ഒരു ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. വട്ടമേശ ചർച്ച അവസാനിക്കുന്നു. ഈ വട്ടമേശയിൽ 2 എപ്പിസോഡിലായിട്ട് നടന്ന ഈ ചർച്ചയിൽ പങ്കെടുത്തത് ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ്, മുൻ DGP, ഫാദർ തോമസ് കുഴിനാപ്പുറത്ത്, മലങ്കര കത്തോലിക്ക സഭയുടെ ജുഡീഷ്യൽ വികാർ, സരിത മോഹനൻ വർമ്മ, ഫൈനാൻഷ്യൽ എക്സ്പ്രസ് ലേഖിക, പ്രശസ്തയായ മാധ്യമ പ്രവർത്തക, അഷ്റഫ് കടയ്ക്കൽ, കേരള സർവകലാശാല അധ്യാപകൻ. നമസ്കാരം, നന്ദി.